بسم الله عظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم أما بعد وما من مولود إلا يولد على الفطرة فأبواه يهودانه أو ينصرانه أو يمجسانه قال رسول الله الكريم. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമുക്ക് നല്ല രക്ഷിതാവാം, അതാണ് നമ്മുടെ ഇന്നത്തെ സംസാര വിഷയം. വിവാഹം കഴിഞ്ഞാൽ ആർക്കും രക്ഷിതാവാകാം, പക്ഷേ നല്ല രക്ഷിതാവുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഞാൻ പലപ്പോഴും സംസാരത്തിൽ പറയാറുണ്ട്, വിഷയത്തിൽ വിവരമില്ലാതെ രണ്ട് സ്ഥാനം ഏറ്റെടുക്കാൻ കഴിയും. ഒന്ന് മന്ത്രിയാവാം, രണ്ട് രക്ഷിതാവാം. അതേ സമയത്ത് ഒരു നല്ല രക്ഷിതാവുക എന്നതിന് പഠനവും പരിശീലനവും ആവശ്യമുണ്ട്. ഒരു നല്ല മുസ്ലിം രക്ഷിതാവുന്നതിന് കൂടുതൽ പഠനവും കൂടുതൽ പരിശീലനവും ആവശ്യമുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഒരു മനഃശാസ്ത്ര ശാഖയാണ് ഇഫക്റ്റീവ് പാരന്റിംഗ് എന്നത്. ഇവിടെ ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഏതുതരം മക്കളെയാണ് നിങ്ങൾക്ക് വേണ്ടത്? ആരും പറയും നല്ല ആരോഗ്യമുള്ള, നല്ല ബുദ്ധിയുള്ള, നല്ല പഠനമുള്ള, നല്ല സംസ്കാരമുള്ള മക്കളെയാണ് വേണ്ടത് എന്ന് തന്നെയാണ് ഓരോ രക്ഷിതാവും പറയുന്നത്. പക്ഷേ ഈ ഗുണങ്ങളുള്ള മക്കൾ ഉണ്ടാകുക എന്നത്, അവരെ വളർത്തിക്കൊണ്ടുവരിക എന്നത് അത്ര എളുപ്പമാണ് എന്ന് ധരിക്കേണ്ടതായിട്ടില്ല. നല്ല വിവരവും പഠനവും പരിശീലനവും ആവർത്തിച്ചുള്ള പഠനവും നല്ല രക്ഷിതാവാകുന്നതിന് ആവശ്യമുണ്ട് എന്ന വിവരമാണ് ആദ്യമായി നമുക്ക് വേണ്ടത്. നമുക്കെടുക്കാം. നല്ല രക്ഷിതാവാകുന്നതിനുള്ള വിവരം കുട്ടി ജനിക്കുന്നതിന് മുമ്പ് ഉണ്ടാകേണ്ട വിവരമുണ്ട്, ജനിച്ചതിന് ശേഷം ഉണ്ടാകേണ്ട വിവരമുണ്ട്. ആരോഗ്യമുള്ള കുട്ടി ജനിക്കുന്നതിന് മുമ്പ് തന്നെ ശ്രദ്ധിക്കേണ്ടതായ ധാരാളം കാര്യങ്ങളുണ്ട്. നല്ല മാനസികാരോഗ്യമുള്ള കുട്ടികൾ ജനിക്കുന്നതിന് ഗർഭധാരണത്തിന് മുമ്പ് തന്നെ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളുണ്ട്. പ്രീനാറ്റൽ സൈക്കോളജി എന്നൊരു മനഃശാസ്ത്ര ശാഖ തന്നെയുണ്ട്. പ്രസവ പൂർവ മനഃശാസ്ത്രം എന്നാണ് ഇതിന് പറയുന്നത്. അഥവാ പ്രസവത്തിന് മുമ്പ്, പ്രസവത്തിന്റെ സമയത്ത് മാതാവും കുട്ടിയും എങ്ങനെയൊക്കെ പെരുമാറുമെന്നും ആ കാലഘട്ടത്തിലുള്ള അനുഭവങ്ങൾ കുട്ടിയെയും മാതാവിനെയും എങ്ങനെയാണ് സ്വാധീനിക്കുക എന്നും വിശദീകരിക്കുന്ന മനഃശാസ്ത്ര ശാഖയാണ് പ്രീനാറ്റൽ സൈക്കോളജി എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചുള്ള പഠനം ആവശ്യമാണ് എന്ന് ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നു. ഈ 1 മണിക്കൂർ നേരം കൊണ്ടുള്ള പ്രസംഗം കൊണ്ട് നല്ല രക്ഷിതാവാകുന്നതിനുള്ള മുഴുവൻ വിവരവും കിട്ടി എന്ന ധാരണയൊന്നും ആർക്കും തന്നെ വേണ്ടതായിട്ടില്ല. അതേ സ്ഥാനത്ത് വലിയൊരു വിജ്ഞാന ശാഖ നിങ്ങളുടെ മുന്നിൽ തുറന്നു വെക്കുക എന്നതാണ് പ്രധാനമായും ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മുടെ കുട്ടി ആരോഗ്യമുള്ള കുട്ടികളാവണമെങ്കിൽ എന്തൊക്കെയാണ് വേണ്ടത് എന്നതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അവര് നല്ല ബുദ്ധിയുള്ളവരാവണമെങ്കിൽ എന്താണ് ആവേണ്ടത് എന്ന് നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. നല്ല സംസ്കാരവും നല്ല സ്വഭാവവും വേണം എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള വിവരവും പഠനവും നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഇന്ന് നോക്കുക, കുട്ടികളെ പറ്റി ധാരാളം പരാതിയുണ്ട്. കുട്ടിക്ക് പഠനത്തിൽ പിന്നോക്കമാണ്, സ്വഭാവം മോശമാണ്, അവൻ ചീത്തപ്പേരുണ്ടാക്കുന്നു, അനുസരിക്കുന്നില്ല, അക്രമിയാണ്, വസ്തുക്കൾ നശിപ്പിക്കുന്നു, എന്നോട് സ്നേഹമില്ല, മറ്റു കുട്ടിയോടാണ് കൂടുതൽ സ്നേഹമുള്ളത്. ഇങ്ങനെയുള്ള ആരോപണങ്ങളൊക്കെ തന്നെ കുട്ടികളുടെ ഭാഗത്തുനിന്ന് പോലും വരാറുണ്ട്. ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു എന്ന് നാം ആലോചിക്കേണ്ടതായിട്ടുണ്ട്. നല്ലൊരു പേരന്റ് ആകുന്നത് നമുക്ക് ഒരുപാട് വിവരങ്ങൾ ആവശ്യമുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് നല്ല സ്വഭാവമുള്ള കുട്ടിയെയാണ് വേണ്ടത് എന്ന് നമ്മളെല്ലാവരും പറയുന്നു. അങ്ങനെ പറയുന്ന രക്ഷിതാവ് ചിന്തിക്കേണ്ടതും അറിയേണ്ടതും കുട്ടിയുടെ സ്വഭാവത്തെയും പെരുമാറ്റത്തെയും സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്ന് നാം അറിയാതെ എങ്ങനെയാണ് കുട്ടി നല്ല സ്വഭാവമുള്ളവനാവുക, കുട്ടി എങ്ങനെയാണ് നല്ല പെരുമാറ്റമുള്ളവനായി മാറുക എന്ന് നാം ആലോചിക്കണം. 60 ലക്ഷം ആളുകൾ ഒരാൾ ക്രൂരമായി കൊന്നൊടുക്കുക. ചരിത്രത്തെ ഞെട്ടിപ്പിച്ചിട്ടുള്ള വാർത്തയാണിത്. ഹിറ്റ്ലർ, അയാളെ എല്ലാവർക്കും അറിയാം.
എന്തുകൊണ്ട് ഹിറ്റ്ലർ ഇങ്ങനെയായി എന്ന ചോദ്യത്തിന് മനഃശാസ്ത്രജ്ഞന്മാർക്ക് ഒരൊറ്റ മറുപടി മാത്രമേ പറയാറുള്ളൂ. മൃഗങ്ങളോട് പെരുമാറുന്ന രീതിയിലായിരുന്നു ഹിറ്റ്ലറോട് തന്റെ മാതാപിതാക്കൾ പെരുമാറിയിരുന്നത്. മൃഗത്തെ വിളിക്കുന്നത് പോലെ ആയിരുന്നു തന്റെ പിതാവ് അയാളെ വിളിക്കാറുണ്ടായിരുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ചുരുക്കത്തിൽ ചെറുപ്പത്തിൽ കിട്ടിയ അനുഭവങ്ങൾ ആണ് ഭാവിയെ നിർണ്ണയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓരോ രക്ഷിതാവും മനസ്സിലാക്കേണ്ട, പഠിച്ചിരിക്കേണ്ട ഒരു മനഃശാസ്ത്ര ശാഖയുണ്ട്. അതിന്റെ പേരാണ് ട്രാൻസാക്ഷൻ അനാലിസിസ്, TA എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നു. ഡോക്ടർ എരിക് ബേൺ ആണ് ഈ മനഃശാസ്ത്ര ശാഖയുടെ പിതാവ്. ഓരോ രക്ഷിതാവും, ഓരോ ഭാര്യയും, ഓരോ ഭർത്താവും നല്ല ബന്ധങ്ങൾ ആരൊക്കെ ആഗ്രഹിക്കുന്നുണ്ടോ അവരൊക്കെ വായിച്ചിരിക്കേണ്ടതും മനസ്സിലാക്കിയിരിക്കേണ്ടതും പഠിക്കേണ്ടതുമായ മനഃശാസ്ത്ര ശാഖയാണ് TA എന്നുള്ളത്. എരിക് ബേൺ പറഞ്ഞിരിക്കുന്നത് 7 വയസ്സുവരെ ഒരു കുട്ടിക്ക് കിട്ടുന്ന അനുഭവങ്ങൾ ആ കുട്ടിയുടെ ഭാവിയെ വളരെ പ്രധാനമായി സ്വാധീനിക്കുന്നു എന്നാണ്. 7 വയസ്സ് വരെയുള്ള കുട്ടിക്ക് കിട്ടുന്ന അനുഭവങ്ങൾ സന്തോഷകരമായ അനുഭവങ്ങളാണ് കൂടുതൽ കിട്ടിയതെങ്കിൽ കുട്ടി നല്ലവനായി തരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 7 വയസ്സിലെ കിട്ടിയത് ദുഃഖകരമായ മോശപ്പെട്ട അനുഭവങ്ങളാണ് എങ്കിൽ സ്വാഭാവികമായും കുട്ടിയുടെ പെരുമാറ്റവും സ്വഭാവവും കേടുവരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതോടൊപ്പം തന്നെ പേരന്റിങ്ങിന് പ്രാധാന്യം സൂചിപ്പിച്ചുകൊണ്ട് എരിക് ബേൺ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: എവരി ചൈൽഡ് ഈസ് ബോൺ ആസ് പ്രിൻസ് ആൻഡ് പ്രിൻസസ് ബട്ട് their parents make them frauds. ഓരോ കുട്ടിയും രാജകുമാരനും രാജാത്തിയുമായി ജനിക്കുന്നു, പക്ഷെ രക്ഷിതാക്കൾ കുട്ടികളെ തവളകളാക്കി തരം താഴ്ത്തുന്നു എന്ന് എരിക് ബേൺ പറഞ്ഞുവെങ്കിൽ എത്ര രക്ഷിതാവിന് അറിയാം തന്റെ കുട്ടിയെ മോശക്കാരനാക്കി മാറ്റിയത്, തവളകളാക്കി മാറ്റിയത് ഞാനായിരുന്നു, അത് ഞാൻ എങ്ങനെയാണ് ആക്കി മാറ്റിയത് എന്ന വിവരം പല രക്ഷിതാക്കൾക്കുമില്ല. ഒരു ജർമ്മൻ മനഃശാസ്ത്രജ്ഞൻ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ഫോർ യുവർ ഓൺ ഗുഡ് എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. മക്കളെ, നിങ്ങളെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാനിതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. രക്ഷിതാക്കൾ ചെയ്യുന്നതൊക്കെ തന്നെ കുട്ടിയുടെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്ന് ധരിച്ചുകൊണ്ടാണ് പലപ്പോഴും ചെയ്യുന്നത്. പലപ്പോഴും രക്ഷിതാക്കൾ നന്മയ്ക്ക് വേണ്ടിയാണ് എന്ന് ധരിച്ചു ചെയ്യുന്ന പല കാര്യങ്ങളും കുട്ടികൾക്ക് തിന്മയായി ഭവിക്കുകയാണ് എന്ന വിവരം പോലും പല രക്ഷിതാക്കൾക്കുമില്ല എന്ന കാര്യം ഞാൻ ഇവിടെ ഉയർത്താൻ ആഗ്രഹിക്കുന്നു. നിങ്ങളൊക്കെ തന്നെ വായിച്ചിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പുസ്തകമുണ്ട്, കുട്ടികൾ എന്തു പിഴച്ചു. ഞാനിത് പറയാനുള്ള കാരണം ഈ 1 മണിക്കൂർ കൊണ്ട് എല്ലാം പഠിച്ചു കഴിയുകയും അതേ സ്ഥാനത്ത് നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാൻ വേണ്ടിയാണ് തുടക്കത്തിൽ തന്നെ പുസ്തകത്തിന്റെ പേര് ഞാൻ ഉണർത്തുന്നത്. കുട്ടികൾ എന്ത് പിഴച്ചു. CP വർക്കി എന്ന് പറയുന്ന മനഃശാസ്ത്രജ്ഞൻ എഴുതിയിരിക്കുന്ന പുസ്തകമാണ് ഈ പുസ്തകം. ഈ പുസ്തകം നിങ്ങൾ ഓരോരുത്തരും വായിക്കണം. വായിച്ചാൽ മാത്രം പോരാ, അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നാം നടപ്പിലാക്കുകയും വേണം. ഇവിടെ പുസ്തകം വായിക്കണം, അറിയണമെന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മനഃശാസ്ത്രത്തിൽ ഒരു പ്രധാനപ്പെട്ട സിദ്ധാന്തമാണ് നോയിങ് ഇസ് നോട്ട് ഡൂയിങ്. അറിയൽ ചെയ്യലല്ല, അറിയൽ മാത്രമാണ്. പലതും നമുക്കറിയാം, പക്ഷെ നാം അത് പ്രാക്ടീസ് ചെയ്യുന്നില്ലെങ്കിൽ അത് അറിയാതിരിക്കുന്നതിന് തുല്യമാണ് എന്ന വിവരവും നമുക്കുണ്ടാവും. അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, കുട്ടിയുടെ സ്വഭാവത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്ന് അറിയുക എന്നതാണ് രക്ഷിതാവിന് ആദ്യമായി ഉണ്ടാവേണ്ട അറിവ്. ഒന്ന്, മാതാപിതാക്കൾ, വീട്ടിലുള്ള മറ്റുള്ള ആളുകൾ, അയൽവാസികൾ, അവരുടെ സുഹൃത്തുക്കൾ, അതുപോലെ തന്നെ അവന്റെ അങ്ങാടി, അവന്റെ വായന, റേഡിയോ, ടെലിവിഷൻ, ഇതൊക്കെ തന്നെ കുട്ടികളെ അങ്ങേയറ്റം സ്വാധീനിക്കുന്നുണ്ട് എന്ന വിവരം നാം അറിയണം. അത് അറിഞ്ഞാൽ മാത്രം പോരാ, ഇതിന്റെ ദുസ്വാധീനങ്ങളിൽ നിന്ന് നമ്മളെ കുട്ടികളെ എങ്ങനെ രക്ഷിക്കണം എന്ന വിവരവും രക്ഷിതാവിന് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. അമേരിക്കയിലെ ഒരു സൈക്കോളജിസ്റ്റ് പറയുകയുണ്ട്, രക്ഷിതാവിന്റെ സ്ഥാനം ഇപ്പോൾ പിടിച്ചു പറ്റിയിരിക്കുന്നത് ടെലിവിഷനാണ് എന്നാണ്. മുമ്പൊക്കെ കുട്ടിയുടെ പെരുമാറ്റത്തെ ഏറ്റവും സ്വാധീനിച്ചിരുന്നത് മാതാപിതാക്കളായിരുന്നുവെങ്കിൽ ഇന്ന് കുട്ടിയുടെ പെരുമാറ്റത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് ടെലിവിഷനാണ് എന്ന ഒരൊറ്റ കാരണം കൊണ്ടാണ് രക്ഷിതാവിന്റെ സ്ഥാനം ഇപ്പോൾ ടെലിവിഷൻ പിടിച്ചു പറ്റിയിരിക്കുകയാണ് എന്ന് പറയുന്നത്. ടെലിവിഷനെ കുറിച്ച് പറയുമ്പോൾ കുട്ടികളുടെ പെരുമാറ്റത്തെ മാത്രമല്ല, വലിയവരുടെ പെരുമാറ്റത്തെയും എല്ലാവരുടെയും പെരുമാറ്റത്തെ അങ്ങേയറ്റം സ്വാധീനിക്കുന്ന ഒന്നാണ് ടെലിവിഷൻ എന്ന കാര്യം ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ടിവിക്കെതിരെ 4 വാദങ്ങൾ എന്ന് മലയാളത്തിലുള്ള പുസ്തകങ്ങൾ വായിച്ചിരിക്കേണ്ടതായിട്ടുണ്ട്.
ഈ പുസ്തകം വാസ്തവത്തിൽ അമേരിക്കൻ സൈക്കോളജിസ്റ്റായ ജെറി മാൻഡർ എഴുതിയിരിക്കുന്ന 4 Arguments for the Elimination of TV, TV ഇല്ലാതാക്കാൻ 4 വാദങ്ങൾ എന്ന പുസ്തകത്തിന്റെ മലയാളത്തിലുള്ള പരിഭാഷയാണ് ടിവിക്കെതിരെ 4 വാദങ്ങൾ എന്ന പുസ്തകം. ആ പുസ്തകം വായിച്ചു നോക്കിയാൽ TV എത്രമാത്രമാണ് നമ്മളെ സ്വാധീനിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ ടിവിക്കെതിരെ പറയുന്നത് പോലും ആർക്കും ഇഷ്ടമുണ്ടാവുകയില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഞാൻ ഇതുവരെ എന്റെ വീട്ടിൽ TV വാങ്ങിയിട്ടില്ല. ഈ ബുദ്ധി നിലനിൽക്കുന്നുവെങ്കിൽ TV വാങ്ങാൻ ഉദ്ദേശിക്കുന്നുമില്ല. കാരണം എത്ര ഒരു മനഃശാസ്ത്ര വിദ്യാർത്ഥി എന്ന